നിന്നു. തിരിച്ചു നടന്നു. ഭ്രാന്തൻ ഇപ്പോഴവിടെ ഇല്ല. കാക്കയുടെ അവശിഷ്ടവും അപ്രത്യക്ഷമായിരിക്കുന്നു. അപരനും അവനവനും ചേർന്ന സമവാക്യം ജീവിതം. നട്ടപ്പാതിരകളും കാട്ടിടകളും കലർന്ന വെളിച്ചങ്ങൾ വഴി മുടക്കുമ്പോൾ മുൻകാലത്തോട് തീ ചോദിക്കുന്ന മനുഷ്യൻ. ഒരാളും അയാൾ മാത്രമല്ല എന്ന് വിശ്വസിക്കുന്ന കവിയാണ് കൽപ്പറ്റ നാരായണൻ. കാണുന്നതധികവും അവസാന കാഴ്ചകളാണെന്ന് ആരും അറിയാത്തതെന്ത് എന്ന് ആശങ്കപ്പെടുന്ന കവി കൽപ്പറ്റ നാരായണൻ. ഒരു പുക കൂടി. പോലീസ് വരുന്നുണ്ടോ എന്ന് ഇടംബലം നോക്കി വലിക്കണോ കളയണോ എന്നായ എന്നോട് താഴ്ത്തി വീടി പറഞ്ഞു, എനിക്ക് വയ്യ ഇങ്ങനെ നാണം കെട്ട് കഴിയാ. നിങ്ങൾക്കറിയുമോ, ഒരിക്കൽ ചങ്കൂറ്റത്തിന്റെ പ്രതിരൂപമായിരുന്നു ഞാൻ. കൂസലില്ലാതെ ജീവിച്ചവരുടെ ചുണ്ടിൽ ഞാൻ ജ്വലിച്ചു. നട്ടപ്പാതിരകളും കാട്ടിടകളും എനിക്ക് ഹൃദിസ്ഥം. എന്റെ വെളിച്ചത്തിൽ ഒറ്റത്തടി പാലങ്ങൾ തെളിഞ്ഞു. അന്നൊക്കെ ലക്ഷ്യത്തിലേക്ക് 5ഉം 8ഉം ബീഡിയുടെ ദൂരം. ചുമരെഴുതാനും പോസ്റ്ററൊട്ടിക്കാനും പാട്ടെഴുതാനും ഞാൻ കൂടി. മാറ്റത്തിന് ഞാൻ കൂട്ടിരുന്നു. കയ്യൂരും പുൽപ്പള്ളിയിലും കൈ പൊള്ളുന്നതുവരെ ഞാൻ ഇരിഞ്ഞു. നാടകവേദികൾക്ക് വേണ്ടി, ഫിലിം സൊസൈറ്റികൾക്ക് വേണ്ടി ഞാൻ ഉറക്കൊഴിച്ചു. ഞാൻ പ്രവർത്തിക്കാത്ത പ്രസ്ഥാനങ്ങളില്ല. തണുപ്പിൽ, ഇരുട്ടിൽ, ചെയ്യുന്ന പ്രവൃത്തിയുടെ ഗുരുതരമായ ഏകാന്തതയിൽ ഞാനായിരുന്നു. അന്ന് എന്നെ ആഞ്ഞു വലിച്ച് ആൺകുട്ടികൾ ആണുങ്ങളായി. എന്നെ കട്ടുവലിച്ച് പെൺകുട്ടികൾ പുലരും വരെ മുലകൾ ഉയർത്തിച്ചുമച്ച് സാഹസിക ജീവിതം എളുതല്ലെന്ന് മനസ്സിലാക്കി. എല്ലാ കുമാർഗങ്ങളിലും ഞങ്ങൾ സഞ്ചരിച്ചു. അക്കാലത്തെ തീവണ്ടികൾ പോലെ ഉള്ളിൽ തീയുള്ളവരുടെ പുകയായി മുന്നിൽ നിന്ന് ഞാൻ നയിച്ചു. പുകഞ്ഞ കൊള്ളിയായിരുന്നു ഞാൻ. ഭാഗം ചോദിച്ചുകൊണ്ട് മുണ്ടുമാടിക്കുത്തി മുറ്റത്ത് നിന്ന ചെറുപ്പക്കാരന്റെ കയ്യിൽ ഞാൻ ഇരുന്നു പുകഞ്ഞു. കൂലി കൂടുതൽ ചോദിക്കാൻ മടിക്കുട്ടിലിരുന്നു ഞാൻ ഉശിരുകൂട്ടി. തീണ്ടലും തൊടിയിലും ഞാൻ പുകച്ചു കളഞ്ഞു. ഒരു പുകയെടുത്ത് നടന്മാർ വേദിയിലേക്ക്, സദസ്യർ ഹാളിലേക്ക്, തൊഴിലാളികൾ തൊഴിലിലേക്ക് കയറി. തലപുകഞ്ഞെടുത്ത തീരുമാനങ്ങളിലെല്ലാം ഞാനും കൂടി. തീ തരുമോ എന്ന് പിൽക്കാലം മുൽക്കാലത്തിനോട് ചോദിച്ചു. കഴുകന്മാർ കരൾ കൊത്തി വലിക്കുമ്പോഴും ഒരു പുകയ്ക്ക് കൂടി ഇരുന്നവരുണ്ട്. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്നതിലെല്ലാം കത്തിത്തീർന്ന ഞങ്ങളുണ്ട്. നേരാണ്. ഞാനൊരു ദുശ്ശീലമാണ്.
എങ്കിലും ആശ്വാസങ്ങളില്ലാത്ത മനുഷ്യന് ദുശീലത്തോളം ഉതകുന്ന മിത്രമുണ്ടോ? നരകത്തിലല്ലാതെ സ്വർഗത്തിൽ മിത്രങ്ങൾ വേണമോ? ശവത്തിന് കാവൽ നിൽക്കുന്ന പാവം പോലീസുകാരനെ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ഏകാകിക്ക് പങ്കിട്ടെടുക്കാൻ ആരുമില്ലാത്ത പാപഭാരത്തിന് ഉറപ്പില്ലായ്മയ്ക്ക് ഞാൻ കൂട്ടിരുന്നു. ആടുന്ന പാലത്തിൽ ഞാൻ കൂടെ നിന്നു. എനിക്കറിയാം ഞാൻ നന്നല്ല. ആരോഗ്യത്തിന്, കുടുംബ ഭദ്രതയ്ക്ക്, ഭാവി ഭദ്രതയ്ക്ക് സ്വന്തം ചിതയ്ക്ക് തീ കൊളുത്തുകയാണ് ബീഡിക്ക് തീ കൊളുത്തുമ്പോൾ. പക്ഷേ ആയുസ്സോ സുരക്ഷിതത്വമോ ഓർമ്മയിൽ വരാത്ത ചിലരുണ്ടായിരുന്നു ഒരിക്കൽ. അവർ പോയിടത്തൊക്കെ കൂട്ടി. എരിഞ്ഞു തീരുന്ന എന്നെ നോക്കി അവരുന്മേഷത്തോടെ എരിഞ്ഞു. എരിഞ്ഞു തീരുന്ന എന്നെ നോക്കി അവരുന്മേഷത്തോടെ എരിഞ്ഞു. കണ്ടില്ലേ, ഞാൻ മാത്രം കൂട്ടുണ്ടായിരുന്ന അരക്ഷിതരെ വേട്ടയാടിയ നിയമം ഇന്നെന്നെ വേട്ടയാടുന്നത്. കണ്ടില്ലേ, ബീഡി കമ്പനികൾ വർണ്ണക്കുടകൾ നിർമ്മിക്കുന്നത്. കേൾക്കുന്നില്ലേ, പുകച്ചു കളയുന്നതിന് ഭാഗ്യക്കുറി വാങ്ങിക്കൂടെ? ഇറാനിലെ എസ്ഫഹാനിൽ 1921 ജനനം. ജനിച്ച മണ്ണ് വിട്ട് ജർമ്മനിയിൽ ജീവിച്ചു. 2003 മരണപ്പെട്ടു. ഇത്രമാത്രമല്ല ഒരു കവി ജീവിച്ചതിന്റെ അനക്കങ്ങൾ. ജീവിച്ചിരിക്കാൻ, സ്വന്തം ഭാഷയിൽ സ്വപ്നം കാണാൻ, സ്വന്തം മണ്ണിൽ മരിക്കാൻ മനുഷ്യനെന്ന അവകാശം നിഷേധിക്കപ്പെടുന്ന അനേകം ആളുകളുടെ ശബ്ദമാണ് ഷഹനാസ് അൽ അമീൻ. നേരിയ അനക്കങ്ങളിലൂടെ ഇറാനിയൻ സ്ത്രീ ജീവിതങ്ങളെ കവിതയിലേക്ക് പകർത്തി ഷഹനാസ്. സ്വപ്നവും ഭ്രമവും വിഭ്രമവും യാഥാർത്ഥ്യവും ഓർമ്മയും മറവിയും ഹിംസയും മരണവും കലർന്ന ജീവിതം തന്നെ കവിത. മാന്ത്രികപ്പെട്ടി ഷഹനാസ് അൽ അമീൻ. ഞാൻ ഒരു പെട്ടി ഒപ്പം കൊണ്ടു നടക്കുന്നു. വളരെ കനം കുറഞ്ഞ ഒന്ന്, 2-3 ജോഡി ഉടുപ്പുകൾ, ഒരു വെളുത്ത ജോർജറ്റ് തുണി, ഒരു ശിരോവസ്ത്രം. ഞാനൊരു പെട്ടി ഒപ്പം കൊണ്ടു നടക്കുന്നു. വളരെ കനം കുറഞ്ഞ ഒന്ന്, 2-3 ജോഡി ഉടുപ്പുകൾ, ഒരു വെളുത്ത ജോർജറ്റ് തുണി, ഒരു ശിരോവസ്ത്രം. ആഘോഷങ്ങൾക്ക് ആവശ്യമായ പരമ്പരാഗത വസ്തുക്കളെ കുറിച്ചൊരു കുറിപ്പടി. ഒരു ചെറിയ കാര്യം പോലും മറക്കാതെ ആ പെട്ടിയിൽ ഇതൊക്കെയാണ്. പക്ഷെ ആളുകൾ കരുതുന്നുണ്ടാവാം എന്റെ പെട്ടിയിൽ ഞാൻ ഉപേക്ഷിച്ചു പോകുന്ന പ്രൗഢ സൂര്യന്റെ മണ്ണുണ്ടാവുമെന്ന്. പക്ഷേ ആളുകൾ കരുതുന്നുണ്ടാവാം എന്റെ പെട്ടിയിൽ ഞാൻ ഉപേക്ഷിച്ചു പോന്ന പ്രൗഢ സൂര്യന്റെ മണ്ണുണ്ടാവുമെന്ന്. കാരണമറിയുന്ന കൂട്ടക്കൊലകളുടെ ഉത്തരമുണ്ടെന്ന്. കനം കുറഞ്ഞ മണ്ണ്, എന്തു വലിയ നുണ. നിങ്ങൾക്ക് ചിലപ്പോൾ കൗശലക്കാരനായ ഒരു മാന്ത്രികന്റെ സൂത്രങ്ങൾ കാണേണ്ടി വരും. അയാൾ ചിലപ്പോൾ വെളുത്ത ഉടുപ്പിട്ട് വരും.
ചിലപ്പോൾ അയാൾ കറുത്ത ഉടുപ്പിട്ട് വരും. ചുവപ്പും പച്ചയും നീലയും മഞ്ഞയും സുവർണ നിറവും വെളുത്ത ഗന്ധവുമായി അയാൾ നിങ്ങളിലേക്ക് പടരും. നിങ്ങൾക്ക് ചിലപ്പോൾ കൗശലക്കാരനായ ഒരു മാന്ത്രികന്റെ ചെയ്തികൾ കാണേണ്ടി വരും. അവന്റെ വിരലുകൾ തോളുകൾ വരെ മുട്ടിക്കും. അവന്റെ വിരലുകൾ തോളുകൾ വരെ മുട്ടിക്കും. എല്ലാ നിറങ്ങളിലുമുള്ള പക്ഷികൾ, മുയലുകൾ, തൂവാലകൾ ചില്ല് പാത്രത്തിൽ, ഒരു പളുങ്ക് പാത്രത്തിൽ അവൻ ഒളിപ്പിക്കും. അവന്റെ നിറുകിൽ അവന് മാത്രം കാണാവുന്നൊരു ശിരോവസ്ത്രമുണ്ടായിരിക്കും. അവന്റെ വിരലുകൾ തോളുകൾ വരെ മുട്ടിക്കും. എല്ലാ നിറങ്ങളിലുമുള്ള പക്ഷികൾ, മുയലുകൾ, തൂവാലകൾ ഒരു പളുങ്ക് പാത്രത്തിൽ ഒളിപ്പിക്കും. ചിലപ്പോൾ സമാധാനത്തിന്റെ ഒരു കല്ല്, അഗ്നി, വെള്ളം, പൂക്കൾ, ശിലകൾ, അങ്ങനെ പലതും. അങ്ങനെയായിരുന്നു എന്റെ ഒഴിഞ്ഞ മാന്ത്രിക പെട്ടി. ഇപ്പോൾ ഒരു ജീവിതചക്രം കഴിഞ്ഞിരിക്കുന്നു. ഒഴിഞ്ഞ പെട്ടിയിൽ നിന്ന് തന്നെ എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ പുറത്തെടുത്ത് കഴിഞ്ഞു. ഒഴിഞ്ഞ പൊട്ടിയിൽ നിന്ന് തന്നെ എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ പുറത്തെടുത്തു കഴിഞ്ഞു. അത്ഭുതകരമായ വസന്തങ്ങൾ, അതിർത്തികളിലെ മുളങ്കൂമ്പുകളുടെ കൊതിപ്പിക്കുന്ന വളർച്ചകൾ, നിറപ്പകർച്ചകളുടെ ശരത്കാലങ്ങൾ, ഓറഞ്ച് മരങ്ങൾ ഉതിർക്കുന്ന സുഗന്ധങ്ങൾ, അത്ഭുതകരമായ വസന്തങ്ങൾ. എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ ആ പെട്ടിയിൽ നിന്ന് പുറത്തെടുത്തു കഴിഞ്ഞു. അത്ഭുതകരമായ വസന്തങ്ങൾ, അതിർത്തികളുടെ മുളങ്കൂമ്പുകളുടെ കൊതിപ്പിക്കുന്ന വളർച്ചകൾ, നിറപ്പകർച്ചകളുടെ ശരത്കാലങ്ങൾ, ഓറഞ്ച് മരങ്ങൾ ഉതിർക്കുന്ന സുഗന്ധങ്ങൾ, പെർസെപോലിസിലെ അതിപുരാതന സ്മാരകങ്ങൾ, ബാഗിസ്ഥാൻ കുന്നുകൾ, അവിടത്തെ ചരിത്രരേഖകൾ, ഷെറിൻ രാജകുമാരൻ, അയാളുടെ കൊട്ടാരം, പഴയ ഗ്രാമങ്ങൾ, ഒരു കൃഷിക്കാരന്റെ പെൺകുഞ്ഞിന്റെ കീറിപ്പറിഞ്ഞ ഉടുപ്പുകൾ, അവളെപ്പോലെ ഒരുപാട് കുട്ടികൾ, എല്ലാവരും എൻ്റെ പെട്ടിക്കുള്ളിൽ. ഞാൻ അവരെ പുറത്തേക്ക് വിളിച്ചു, ഞാൻ അവരെ പുറത്തേക്ക് നയിച്ചു, ഒപ്പമിരുന്ന് സംസാരിച്ചു. ചിലരെ കണ്ട നിമിഷം അവർ ആ പെട്ടിക്കുള്ളിലേക്ക് തന്നെ തിരിച്ചൊളിച്ചു. ഞാൻ അവരെ വിളിച്ചു, ഞാൻ അവരെ പുറത്തേക്ക് നയിച്ചു, ഒപ്പമിരുന്ന് സംസാരിച്ചു. ചിലരെ കണ്ട നിമിഷം അവർ ആ പെട്ടിക്കുള്ളിലേക്ക് തന്നെ ഒളിച്ചു. വളരെ കനം കുറഞ്ഞതെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന മിക്കവാറും ശൂന്യമായ അതേ പെട്ടിയിലേക്ക്. എൻ്റെ വിൽപത്രം എഴുതുമ്പോൾ തീർച്ചയായും ഞാൻ എൻ്റെ പെട്ടിയോട് ചോദിക്കും. എന്നോടൊപ്പം അടക്കം ചെയ്യപ്പെടാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? സംശയമില്ലാതെ മറുപടി വരും, ഇവളുടെ ജീവിതം ഭ്രാന്തമായിരുന്നു, ഇവളുടെ ആഗ്രഹങ്ങൾ വിഡ്ഢിത്തങ്ങളും. മറ്റൊരു ലോകത്ത് ഒരു പെട്ടി സ്വന്തമായി വേണമെന്നത് തന്നെ ഇവളുടെ അത്യാഗ്രഹം. സംശയമില്ലാതെ മറുപടി വരും. മറ്റുള്ളവർ അവർക്കിഷ്ടമുള്ളത് പറയട്ടെ. സ്നേഹത്തിന്റെ മാന്ത്രിക രഹസ്യം ആർക്കാണ് അറിയാനാവുക? മറ്റുള്ളവർ അവർക്ക് ഇഷ്ടമുള്ളത് പറയട്ടെ. സ്നേഹത്തിന്റെ മാന്ത്രിക രഹസ്യം ആർക്കാണ് അറിയാനാവുക? ഒരു പക്ഷേ സ്നേഹം എന്നത് സത്യമെന്ന് നമ്മൾ പറയുന്നത് തന്നെയാണോ? ഒരു പക്ഷേ സ്നേഹം എന്നത് സത്യമെന്നത് തന്നെയാണോ? ദൈവത്തിൻ്റെ രഹസ്യങ്ങളിൽ ഒന്നായ നക്ഷത്രം പോലെ, ദൈവത്തിൻ്റെ രഹസ്യങ്ങളിൽ ഒന്നായ നക്ഷത്രം പോലെ ഞാൻ ഒരു പെട്ടി എപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്നു. ജീവിച്ചിരിക്കുമ്പോൾ കാണാത്തവയെല്ലാം മരണശേഷം കവിതയിലേക്ക് പറന്നു വരികയാണ്. വാക്ക്, ഓർമ്മ, മറവി.
മനുഷ്യനായിരിക്കുക എന്ന് നിരന്തരം വിളിച്ചു പറഞ്ഞു. മനുഷ്യനായി മരണം കൊണ്ടുപോയി. എന്തൊരാളായിപ്പോയി എന്ന് അത്ഭുതപ്പെട്ടു. നക്ഷത്രങ്ങൾ മണ്ണിലേക്ക് വന്നു. TP രാജീവൻ ഭൂതം. സമയത്തിന് കരം ചുമത്തിയാൽ ബാധിക്കുന്നത് എന്നെയായിരിക്കും. സമയത്തിന് കരം ചുമത്തിയാൽ ബാധിക്കുക എന്നെയായിരിക്കും. കണക്കിൽപ്പെടാത്ത എത്രയോ സമയമുണ്ട് എൻ്റെ കൈവശം. കണക്കിൽപ്പെടാത്ത എത്രയോ സമയമുണ്ട് എൻ്റെ കൈവശം. സമയമില്ല. സമയമില്ല എന്ന എൻ്റെ പിശുക്കും എപ്പോഴും കാണിക്കുന്ന തിരക്കും കണ്ട് ആളുകൾ കരുതിയത് എൻ്റെ കയ്യിൽ തീരെ സമയമില്ല എന്നാണ്. അവരുടെ സമയം എനിക്ക് കടം തന്നു. തരാത്തവരുടേത് ഞാൻ കട്ടെടുത്തു. ആർക്കും തിരിച്ചു കൊടുത്തില്ല. അന്യരുടെ സമയം കൊണ്ടാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. അന്യരുടെ സമയം കൊണ്ടാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. കുട്ടിക്കാലം മുതൽക്കേ ഉള്ളതാണ് ഈ ശീലം. കുട്ടിക്കാലം മുതൽക്കേ ഉള്ളതാണ് ഈ ശീലം. സമയം പാഴാകേണ്ട എന്ന് കരുതി സ്കൂളിലേക്ക് പുറപ്പെട്ട ഞാൻ പാതി വഴി ചെന്ന് തിരിച്ചു. മുതിർന്നപ്പോൾ സമയം ചെലവാകാതിരിക്കാൻ ഓഫീസിലേ പോയില്ല. മരണവീടുകളിൽ നിന്ന് ശവദാഹത്തിന് മുൻപേ മടങ്ങി. കല്യാണങ്ങൾക്ക് പോയാൽ മുഹൂർത്തം വരെ കാത്തു നിന്നില്ല. കാലത്ത് നടക്കാൻ പോയപ്പോൾ വഴിയിൽ വീണ് കിടന്ന തലേന്നത്തെ സമയങ്ങൾ ആരും കാണാതെ പെറുക്കിയെടുത്ത് മടിക്കുത്തിലോ കീശയിലോ ഒളിപ്പിച്ചു. യാത്രയിൽ ഇറങ്ങുന്ന സഹയാത്രികനെ കൊന്ന് അവരുടെ സമയം കവരാൻ തോന്നിയിട്ടുണ്ട് പലപ്പോഴും. കഷ്ടപ്പെട്ട് സമ്പാദിച്ച സമയമെല്ലാം ഇപ്പോൾ പലയിടങ്ങളിലായി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. പറമ്പിൽ, പാടത്ത്, വീട്ടിൽ, ലോക്കറുകളിൽ, രഹസ്യ അറകളിൽ, എവിടെയെല്ലാമെന്ന് എനിക്ക് പോലും ഓർമ്മയില്ല. 40 തലമുറ യഥേഷ്ടം ജീവിച്ചാലും ബാക്കിയാവുന്ന അത്ര സമയം, 40 തലമുറ യഥേഷ്ടം ജീവിച്ചാലും ബാക്കിയാവുന്ന അത്ര സമയം കാവലിരിക്കുകയാണ് ഞാൻ. ഈ ഇരുട്ടിൽ, ഈ വിജനതയിൽ സമയത്തിന് കരം ചുമത്തിയാൽ ബാധിക്കുന്നത് എന്നെയായിരിക്കും. കണക്കിൽപ്പെടാത്ത എത്രയോ സമയമുണ്ട് എൻ്റെ കൈവശം. സമയത്തിന് കരം ചുമത്തിയാൽ ബാധിക്കുന്നത് എന്നെയായിരിക്കും. കണക്കിൽപ്പെടാത്ത എത്രയോ സമയമുണ്ട് എൻ്റെ കൈവശം. കാറ്റുകൾ നമ്മെ കടത്തിക്കൊണ്ടു പോകുന്ന യാത്രകളുണ്ട്. കാറ്റുകൾ നമ്മെ കടത്തിക്കൊണ്ടു പോകുന്ന യാത്രകളുണ്ട്. ഒടുക്കമിറങ്ങിയാലും മതി എന്ന് ഉറപ്പിച്ചാലും ഒരിക്കലും ഇറങ്ങാൻ കഴിയാത്ത യാത്രകൾ. ഒടുക്കമിറങ്ങിയാൽ മതി എന്ന് ഉറപ്പിച്ചാലും ഒരിക്കലും ഇറങ്ങാൻ കഴിയാത്ത യാത്രകൾ. തിരക്ക് കൂട്ടേണ്ട എന്നൊരാൾ ഉള്ളിൽ നിന്ന് എപ്പോഴും മന്ത്രിക്കുന്നുണ്ടാവും. ചെന്ന് ചേരേണ്ടത് എവിടെയെന്നറിയില്ല, വഴിയും ഭൂപടവും അറിയില്ല. എങ്കിലും
ഭാണ്ഡങ്ങൾ മുറുക്കുക തന്നെ. ആറ്റൂർ പല കാലങ്ങളെ ചേർത്ത് പിടിച്ച് പുതിയ കവിയാകുന്നു ഇപ്പോഴും. യാത്ര. നമുക്കിറങ്ങാറായി. തീവണ്ടി ദ്രുതതാളത്തിൽ നിന്നും മെല്ലെയാകുന്നു. വിരിപ്പ് മടക്കുക. കിണ്ണവും കുപ്പിവെള്ളവും പുസ്തകങ്ങളും ഒതുക്കി കൈസഞ്ചിയിൽ വയ്ക്കുക. ചീട്ടും പണവും സൂക്ഷിക്കുക. തിരക്ക് കൂട്ടണ്ട, ഒടുക്കമിറങ്ങിയാലും മതി. നാം ആശുപത്രിയിലേക്ക് പോകാനോ ആഫീസിലേക്ക് പോകാനോ പറഞ്ഞു വെച്ച പ്രകാരം ഒരു ദിക്കിലെത്താനോ പോന്നതല്ലല്ലോ. കാഴ്ചകൾ നമ്മെ കൊണ്ടുപോകുന്നു, കേൾവികൾ കൊണ്ടുപോകുന്നു, വണ്ടികൾ വഴികൾ കൊണ്ടുപോകുന്നു. മക്കളെപ്പോലെ നാടേതും നമ്മുടേതുപോലെന്നൊരു സന്തോഷം. നാടേതും നമ്മുടേതുപോലെ അല്ലെന്നൊരു സന്തോഷം. ചെന്നു നാം ചെല്ലേണ്ടിടത്തിനെതിരെ പലപ്പോഴും നാൽക്കൂട്ടു വഴികളിൽ അമ്പരന്നു നാം നിന്നു. ചോദ്യോത്തരങ്ങൾ രണ്ടു ഭാഷയിലായി. അലക്കുമറന്നു നാം കാശിയിലെത്തിപ്പെട്ടോർ. ആരെക്കുറിച്ചോ നാം പേശുന്നു മരച്ചോട്ടിലിരുന്ന്. ആരാരോ ചൊറിയുന്നു നമ്മുടെ മൂക്കിനറ്റം. നമ്മളൊറ്റകൾ, കൂട്ടങ്ങളും പടികളിറങ്ങി നാം മല തുരന്നു തീർത്ത കോവിലുകൾ തന്നറകളിൽ ഇടനാഴികളിൽ തണുത്തിരുട്ടത്തു തപ്പിത്തടഞ്ഞു. പുറത്തെ നട്ടുച്ച വെളിച്ചത്തിലേക്ക് പൊങ്ങുമ്പോൾ കാലുകൾ കഴയ്ക്കുന്നു, കണ്ണഞ്ചുന്നു. നാം അകാലങ്ങളിലേക്ക്, കാണാത്ത പഴങ്കാലത്തിലേക്ക്, കാണാത്ത വരും കാലത്തിലേക്ക് നമുക്കിറങ്ങാറായി. തീവണ്ടി ദ്രുതതാളത്തിൽ നിന്നും മെല്ലെയാകുന്നു. വിരിപ്പു മടക്കുക. കിണ്ണവും കുപ്പിവെള്ളവും പുസ്തകങ്ങളും ഒതുക്കി കൈസഞ്ചിയിൽ വയ്ക്കുക. ചീട്ടും പണവും സൂക്ഷിക്കുക. തിരക്ക് കൂട്ടേണ്ട, ഒടുക്കമിറങ്ങിയാലും മതി. നാം ആശുപത്രിയിൽ പോകാനോ ആഫീസിൽ പോകാനോ പറഞ്ഞു വെച്ച പ്രകാരം ഒരു ദിക്കിലെത്താനോ പോന്നതല്ലല്ലോ. കാഴ്ചകൾ നമ്മെ കൊണ്ടുപോകുന്നു, കേൾവികൾ നമ്മെ കൊണ്ടുപോകുന്നു, വണ്ടികൾ വഴികൾ കൊണ്ടുപോകുന്നു. മക്കളെ പോലെ നാടേതും നമ്മുടേതുപോലെന്നൊരു സന്തോഷം.
നാടേതും നമ്മുടേതുപോലല്ലെന്നൊരു സന്തോഷം നമുക്കിറങ്ങാറായി. ചെന്നു നാം ചെല്ലേണ്ടിടത്തിനെതിരെ പലപ്പോഴും നാൽക്കൂട്ടു വഴികളിൽ അമ്പരന്നു നാം നിന്നു. ചോദ്യോത്തരങ്ങൾ രണ്ടു ഭാഷയിലായി. നമുക്കിറങ്ങാറായി. അലക്കുമറന്നു നാം കാശിയിലെത്തപ്പെട്ടോ. ആരെക്കുറിച്ചോ നാം പേശുന്നു മരച്ചോട്ടിലിരുന്ന്. ആരാരോ ചൊറിയുന്നു നമ്മുടെ മൂക്കിനറ്റം. നമ്മളൊറ്റകൾ കൂട്ടങ്ങളും. നമുക്കിറങ്ങാറായി. നമ്മളൊറ്റകൾ കൂട്ടങ്ങളും. നമുക്കിറങ്ങാറായി. പടികളിറങ്ങി നാം മല തുരന്നു തീർത്ത കോവിലുകൾ തന്നറകളിൽ ഇടനാഴികളിൽ തിരുട്ടത്തു തപ്പിത്തടഞ്ഞു. പുറത്തെ നട്ടുച്ച വെളിച്ചത്തിലേക്ക് പൊങ്ങുമ്പോൾ കാലുകൾ കഴയ്ക്കുന്നു, കണ്ണഞ്ചു. നമുക്കിറങ്ങാറായി. നാം അകാലങ്ങളിലേക്ക്, കാണാത്ത പഴങ്കാലത്തിലേക്ക്, കാണാത്ത വരുംകാലത്തിലേക്ക് കൊതിച്ചും പേടിച്ചും അടിവെക്കുന്നു. നമുക്കിറങ്ങാറായി. 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 ഭാണ്ഡങ്ങൾ മുറുക്കുക, ഭാണ്ഡങ്ങൾ മുറുക്കുക. നമുക്കിറങ്ങാറായി. 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 ആഴം പോയട്രി പെർഫോമൻസ് തിയേറ്റർ കമ്പനി കാലിക്കറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. കവിതകൾ ശിഷ്ടം KR ടോണി, ഒരു പുക കൂടി കൽപ്പറ്റ നാരായണൻ, മാന്ത്രികപ്പെട്ടി ഷഹനാസ് അൽ അമി ഇറാൻ, ഭൂതം TP രാജീവൻ, യാത്ര ആറ്റൂർ. കവിതകൾ അവതരിപ്പിച്ചത് MS മണി, സുഭീഷ് മീന സുധാകരൻ, ദിലീപ് ചിലങ്ക and myself Dr. Roshni Swapna. Thank you. ഇവിടെ ഇങ്ങനെ ഒരു കവിത അവതരണത്തിന് വേദി ഒരുക്കിയ കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും ഈ കവിത അവതരണം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, നമ്മുടെ അടുത്ത പരിപാടി ഗസൽ വിരുന്നാണ്. ആഷിർ വടകര ശ്രീമതി അരുണിമ ജോൺ നയിക്കുന്ന ഗസൽ വിരുന്ന് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ ആരംഭിക്കും.
ബിജു